കേരളത്തിലുള്ള മൂന്നാം വന്ദേ ഭാരത് ചർച്ചകൾ സജീവമാകുമ്പോൾ പ്രതീക്ഷയോടെ മലബാർ. വടക്കൻ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ച് കോയമ്പത്തൂർ മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യമാണ് കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിച്ചാൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഉപകാരപ്പെടുന്ന സർവീസായി ഇത് മാറും. ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ, മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം, കാസർഗോഡ്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 2 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളും മികച്ച പ്രതികരണം നേടിയതോടെയാണ് കേരളത്തിന് മൂന്നാമതൊരു വന്ദേ ഭാരത് എന്ന ആവശ്യം ഉയർന്നത്. നേരത്തെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നുവെങ്കിലും അത് ദീർഘിപ്പിക്കുകയോ സ്ഥിരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെയാണ് വടക്കൻ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ച് കോയമ്പത്തൂർ മംഗളൂരു വന്ദേ ഭാരത് സർവീസിനായി ആവശ്യം ഉയർന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ ബജറ്റ് സെഷനിൽ ധനാഭ്യർത്ഥന ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് മംഗളൂരു കോയമ്പത്തൂർ വന്ദേ ഭാരത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നിലവിൽ വടക്കൻ കേരളത്തിൽ ട്രെയിൻ യാത്രികർ ദുരിതം അനുഭവിക്കുന്ന പ്രധാന റൂട്ടാണ് കോഴിക്കോട് കാസർഗോഡ് റൂട്ട്. സംസ്ഥാനത്തെ പല ട്രെയിനുകളും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്നതിനാൽ വൈകുന്നേരങ്ങളിലും രാത്രിയിലുമുള്ള ട്രെയിനുകളുടെ കുറവ് പരിഹരിക്കണമെന്ന് കാലങ്ങളായി റെയിൽവേക്ക് മുന്നിലുള്ള ആവശ്യങ്ങളാണ്. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പുതിയ വന്ദേ ഭാരത് വരികയാണെങ്കിൽ കോഴിക്കോട് കാസർഗോഡ് റൂട്ടിലെ മൂന്നാമത്തെയും മംഗലാപുരത്തേക്കുള്ള രണ്ടാമത്തെയും വന്ദേ ഭാരതായി ഇത് മാറും. റെയിൽവേ വികസനത്തിനുതകുന്ന സാഹചര്യവും ഉയർന്ന യാത്രക്കാരും ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ റെയിൽവേ ശൃംഖല ഇന്ത്യയിലെ ഏറ്റവും അവികസിതമായ ഒന്നായി കിടക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ശബരി റെയിൽ ലിങ്ക്, തിരക്ക് കുറയ്ക്കുന്നതിനായി മെമു സർവീസുകൾ തുടങ്ങിയ നിർണായക പദ്ധതികൾക്കായുള്ള സംസ്ഥാനത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടില്ലെന്ന് റെയിൽ ബജറ്റ് ചർച്ചയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടി. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളെയും അമൃത് ഭാരത് സ്റ്റേഷനുകളും അനുവദിക്കുമ്പോൾ കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഫയലുകളിൽ ഉറങ്ങുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും പലപ്പോഴായി നൽകാറുള്ള പല നിർദ്ദേശങ്ങൾക്കും യാത്രക്കാർ കുറവാണ്, ഫീസിബിലിറ്റി ഇല്ല എന്ന പതിവ് റെഡിമെയ്ഡ് മറുപടി നൽകി റെയിൽവേ കൈകഴുകുകയാണ് പതിവ്. എല്ലാ കാലത്തും ഇത് അംഗീകരിക്കുവാനാകില്ല. കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുമായി പൊരുതുന്ന ഒരു സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസ്ഥാപരമായ പക്ഷപാതമാണിതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.